പിന്നെ ഒരു സബ്ജക്റ്റും കൂടെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. മാത്യുവിന്റെ പശുക്കൾ മരിച്ചു പോയത്. മരിച്ചു എന്ന് തന്നെ പറയാം. കാരണം അത് അങ്ങനെ പറയണതാണ് അവനും ഇഷ്ടം, അല്ല ആ കുട്ടിക്കും ഇഷ്ടം. അപ്പൊ നമ്മളും അങ്ങനെ തന്നെ പറയണതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. സങ്കടം തോന്നി. ഭയങ്കര എന്താ പറയാ, നമ്മളൊക്കെ പെറ്റ്സിനെ സ്നേഹിച്ചവർക്ക് മനസ്സിലാവും. പെറ്റ്സ് ഉണ്ടായിരുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റും. എന്റെ ഒരു എക്സ്പീരിയൻസും കൂടി ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് ഞാനങ്ങനെ ഈ പട്ടിക്കുട്ടികള്, ഇങ്ങനെ പശു, അങ്ങനെ ഒന്നും സ്നേഹിച്ചിട്ടൊന്നുമില്ല ഒരു കാലഘട്ടം വരെ. എനിക്ക് അതിനെ കുറിച്ച് ഒരു സ്നേഹിക്കാം അങ്ങനെ എന്തോ, എന്റെ തോട്ടൊക്കെ വേറെ ചിന്തകൾ, ഇങ്ങനെ വേറെ മാനസിക ചിന്തകളൊക്കെ, വേറെ ചിന്തകൾ ഇങ്ങനെ കൂടി കഴിഞ്ഞ് കിടക്കായിരുന്നു. അപ്പൊ ഞാൻ പെറ്റ്സിനൊന്നും സ്നേഹിച്ചിരുന്നില്ല. അപ്പൊ പെറ്റ്സ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോ എനിക്ക് വേണ്ടുന്നത്, നമുക്കൊരു കുഞ്ഞു പട്ടിക്കുട്ടീനെ വളർത്തിയാലോ, എടുത്ത് വളർത്തിയാലോ. അപ്പുറത്തെ വീട്ടില് ഇതേപോലെ കുറെ പട്ടിക്കുട്ടികൾ പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണത്തിനെ നമുക്ക് എടുത്ത് വളർത്തിയാലോ എന്ന് തോന്നി. അത് നടക്കുവോ? അങ്ങനെ കുറെ ഇതായിട്ട് ഒരു പട്ടിക്കുട്ടി അവിടെ സ്ഥിരം വരല് തുടങ്ങി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അതിന് ചോറൊക്കെ കൊടുത്ത് അതിനെ സ്നേഹിക്കാൻ തുടങ്ങി. അത് പിന്നെ പോവാണ്ടേ. അതിനെ നമ്മള് കുഞ്ഞായിരിക്കുമ്പോ തന്നെ കൊണ്ടുവന്നാട്ടോ, അങ്ങനെ പറയാം. തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. അപ്പോ നമുക്ക് അതിനോട് ഭയങ്കര സ്നേഹം. അപ്പം ഏട്ടനാണെങ്കിൽ അതിനെ കുളിപ്പിക്കാനാണെങ്കിലും ഒരു ഭയങ്കര, നമ്മളിങ്ങനെ അറപ്പോടൊന്നും അല്ല, പ്ലാസ്റ്റിക് കവർ അതൊന്നും ഇട്ടിട്ടല്ല. ഏട്ടൻ ഇങ്ങനെ കൈ കൊണ്ട് സോപ്പിട്ട് പതപ്പിച്ച് നമ്മൾ മുഖത്ത് ഇങ്ങനെ കഴുകണ പോലെ അതിന്റെ മുഖമൊക്കെ കഴുകി. അതേപോലെ ഏട്ടൻ അവിടെ നിന്നിട്ട് തിരിഞ്ഞു നോക്കും. ഇത് കൂടെ നടന്നു വരാണെങ്കിൽ ഏട്ടൻ ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും, ഇവനെ കാണാത്ത പോലെ നിൽക്കും. എന്നിട്ട് ഏട്ടൻ വിളിക്കും, ബ്രൂസ് എന്നായിരുന്നു കേട്ടോ അവരെ പേര്. ബ്രൂസ് എവിടെ ചോദിച്ചാൽ ഇവൻ ഓടി വരും. ഓടി വന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഏട്ടൻ കാണാത്ത പോലെ അങ്ങോട്ട് നോക്കുമ്പോൾ ഏട്ടന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ, അവനെ എവിടെ ചോദിക്കുമ്പോ. അവനെ കുറിച്ച് ഓർക്കുമ്പോ ഓർമ്മകളിലേക്ക് പോവാൻ തന്നെ സങ്കടാ. അത് നമ്മൾ പെറ്റ്സ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിലേ അതൊരു ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ അവന്റെ ഫോട്ടോസ് കുറെ എന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനെ എടുത്തിട്ട് നിക്കണതും വീഡിയോസ് കുറെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ നാള് കഴിഞ്ഞിട്ട് അവനിങ്ങനെ ഛർദിച്ചിട്ട് പിന്നെ അവൻ ഛർദിച്ചു. എന്തെങ്കിലും പുറത്തൊക്കെ നടന്ന് എന്ത് തിന്നതാണോ എന്താന്ന് അറിയില്ല, എവിടെയെങ്കിലും പോയി വീണതാണോ, വയറിടിച്ചതാണോ അറിയില്ല. അവൻ ചോര ഛർദിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങക്ക് മനസ്സിലായി, അവന്റെ കണ്ണ് നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ നമുക്ക് അവനോട് ഭയങ്കര സ്നേഹം വരും. പക്ഷെ അപ്പോഴും ഏട്ടൻ ദാ പറയുമ്പോ അവൻ വേഗം അങ്ങോട്ട് ഓടും. അങ്ങനെ ഞങ്ങൾ അവനെ അങ്ങനെ സ്നേഹിച്ച് അപ്പൊ ഏട്ടന് ഗോവയ്ക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഏട്ടനൊക്കെ ഒരു സമാധാനം ഇല്ല, ഇവനെ ഇട്ടിട്ട് പോവാൻ. അതായത് നിസ്സാര ഒരു പട്ടിക്കുട്ടിയാണ് നമ്മുടെ കാഴ്ചയിൽ, പക്ഷെ ഇട്ടിട്ട് പോവാൻ മനസ്സ് തന്നെയില്ല. പക്ഷെ ആ ട്രിപ്പ് അതെല്ലാവരും കമ്പനി ട്രിപ്പാണ്, പോവാതിരിക്കാൻ പറ്റില്ല. ഏട്ടൻ പോയി. പപ്പ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞപ്പോ പപ്പയ്ക്ക് പിന്നെ പൊതുവെ ഒരു മടിയുള്ള ടൈപ്പാണ്. പപ്പ പറഞ്ഞു ഇപ്പൊ കൊണ്ടുപോകണ്ട, അവന് കുഴപ്പമൊന്നുമില്ല, അവനവിടെ നിക്കുന്നുണ്ട് പറഞ്ഞു. ഞാൻ അവനെ അവിടെ ഫ്രണ്ടിലുണ്ടല്ലോ എന്ന് ഓർത്ത് റൂമിൽ ഇരിക്കുകയാണ്. അങ്ങനെ അമ്മ രാവിലെ പറഞ്ഞു എന്നാ വേണ്ട, ഞാൻ പോയിട്ട് ആസ്പത്രിയിൽ പോയി മരുന്ന് ചോദിച്ചു മേടിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ പോയി മരുന്ന് ചോദിച്ചു വന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് ഞങ്ങള് പുറത്തിറങ്ങി നോക്കുമ്പോ അവനെ അവിടെ കാണാനില്ല. പപ്പ പറഞ്ഞു അവൻ പോയി പറഞ്ഞു. അമ്മ മരുന്നും വാങ്ങി വന്നതും അവൻ പോയി. ആ പട്ടിക്കുട്ടിയുടെ ഓർമ്മ ഇപ്പോഴും എന്റെ ഫോണിൽ നിറച്ച അവന്റെ ഫോട്ടോസ് ആയിരുന്നു. ഞാൻ എന്നിട്ട് ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തു. എനിക്ക് കാണാനുള്ള ശക്തിയില്ല. ഇപ്പോഴേക്കത് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിന് ഒരു അത് പറയാനോ ഷെയർ ചെയ്യാനോ ഉള്ളൊരു എനിക്കില്ല. ഫുള്ളായിട്ട് ഞാൻ ഓർത്തെടുക്കാനും ശ്രമിക്കുന്നില്ല. അപ്പൊ നമ്മൾ പെറ്റ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വികാരമാണ് നമുക്ക്. അത് അതിനെ നോക്കണതും അതിനെ പരിപാലിക്കണതും അതൊരു വല്ലാതെ ആത്മബന്ധമാണ്. പ്രത്യേകിച്ചും ആ പട്ടിക്കുട്ടിനെ വളർത്തിയ സമയത്താണ് എനിക്ക് തോന്നിയത്, അയ്യോ മൃഗങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണില്ലല്ലോ, അവനൊരു മിണ്ടാപ്രാണിയല്ലേ എന്ന് തോന്നിയത്. കാരണം അവന് പലതും എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, അവന് പറയാൻ പറ്റുന്നില്ല. അവനിങ്ങനെ ആക്ഷൻ കാണിക്കുന്ന ശബ്ദം ഇതാക്കുമ്പോ അയ്യോ അവന് പറയാൻ പറ്റുന്നില്ല, അവന് സംസാരിക്കാൻ പറ്റില്ല. അത്രയും നമ്മൾ അറ്റാച്ച്ഡ് ആയി പോകും. അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനത് ഈ മാത്യുവിന്റെ ന്യൂസ് കണ്ടപ്പോ എനിക്ക് ആ ഫീലിംഗ് മനസ്സിലാവും. അപ്പൊ എന്തായാലും ഒരുപാട് പേര് മാത്യുവിനെ സഹായിക്കാനൊക്കെ പോയി, ഒരുപാട് പേര് കൊടുത്തു. എന്നാലും അവന്റെ നഷ്ടം തന്നെയാണ്. ഇടയ്ക്ക് ഓർമ്മയിൽ വരുമ്പോഴും ആ സ്നേഹിച്ച ആ ഒരു ഇത് മനസ്സിൽ നിന്ന് പോവില്ല. അപ്പൊ എന്താ,
ഇനിയിപ്പോ കിട്ടിയ ഇതൊക്കെ നല്ലതായിട്ട് അവന് നല്ല എന്ന് വെച്ചാൽ പിന്നെ വേറൊരു അവന് അഭിനന്ദനം അർഹിക്കേണ്ട കാര്യമാണ്. ഞാനൊന്നും ഒരു ന്യൂസ് ഒന്നും അധികം കാണാത്തോണ്ടായിരിക്കാം ഇതൊന്നും കാണാതിരുന്നു പോയത്. നമ്മൾ ഈ കുട്ടികളൊക്കെ ചെളിയിൽ പുരണ്ടാല് പ്രശ്നമാണ്, വീട്ടില് റൂമിന്റെ ഉള്ളിലും സോഫയിൽ ടിവിയോ മൊബൈലോ കാണുന്ന കുട്ടികളുള്ള കാലഘട്ടത്തിലാണ് ഈ കുട്ടി ഇത്രയും പശുക്കളെ നോക്കി വളർത്തി കുടുംബം പുലർത്തുന്നതെന്ന് ആലോചിക്കണേ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദനം അർഹിക്കേണ്ട കുട്ടി തന്നെയാണ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ ഒരു പശു ഉണ്ടായിരുന്നു. ആ ഒരു പശുവിനെ എന്റെ അമ്മ നോക്കുന്നത് കണ്ടിട്ട്, അതായത് അത്രയും കഷ്ടപ്പാടാണ് ഇതിനെ നോക്കുക എന്നുള്ളത്. അത്യാവശ്യം കഷ്ടപ്പാടുണ്ട്. പുല്ല് കൊണ്ടുവരാനാണെങ്കിലും വെള്ളം കൊടുക്കാനാണെങ്കിലും അഴിച്ചു കെട്ടാനാണെങ്കിലും തൊഴുത്ത് വൃത്തിയാക്കാനാണെങ്കിലും പാല് പിഴിഞ്ഞു കൊണ്ടുപോയി കൊടുക്കണം, പുലർച്ചെന്നെ പാല് പിഴിയണം, അത് കഴിഞ്ഞ് കുളിപ്പിച്ച് വൃത്തിയാക്കണം, പുല്ല് കൊണ്ടുവന്ന് കൊടുക്കണം, അതിന് വെള്ളം കൊടുക്കണം. നല്ല പണിയാണ്. അപ്പൊ അവസാനം അമ്മ ഈ പശുവിനെ നോക്കി 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 അമ്മ ആകെ വയ്യാണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ആ പശുവിനെ ഒഴിവാക്കേണ്ടി വന്നത്. എന്നിട്ട് നമുക്ക് ഒഴിവാക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ അത്രയും ടയേർഡായി പോയി എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഒഴിവാക്കേണ്ടി വന്നത്. അപ്പൊ ആ പശു ഉള്ളിടത്താണ് ഇത്രയും ആ ഒരു പശുവിനെ നോക്കി നമ്മൾ വലുത് വലിയവർക്ക് പറ്റുന്നില്ല. അടുത്തതിലാണ് ഈ കുട്ടി ഇത്രയും പശുക്കളെയും കൂടി ചെറിയ കുട്ടി നോക്കണെന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. അത് കുട്ടികള് ഫുട്ബോൾ കളിക്കാനൊക്കെ പോണ സമയത്ത് കുട്ടി സ്കൂളിൽ വന്ന് പശുവിനെ നോക്കാണ്. പിന്നെ അവനൊരു മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതൊക്കെ എന്താ പറയാ അതിനൊക്കെ എന്താ പറയാ മനസ്സിനായിട്ട് തോന്നണം, എന്നാലാണ് അതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അതൊക്കെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പശുവിനെ ആരോ കൊണ്ടുപോയി കൊടുത്ത ഒരു വീഡിയോ ഞങ്ങളുടെ ഒരുപാട് വീഡിയോസ് കണ്ടില്ല, ജസ്റ്റ് ഒന്ന് കണ്ടുള്ളൂ. അപ്പൊ അതില് എനിക്ക് സന്തോഷം. ഞങ്ങള് കുറച്ച് ആടുകളെ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആടുകളെ വളർത്തി കുറെ കഴിഞ്ഞപ്പോ കൊറോണ ഒക്കെ ആയപ്പോ നമുക്ക് നോക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കൊറോണ എല്ലാവർക്കും വന്നപ്പോ ഈ ആടിന് തോലെടുക്കാൻ എല്ലാവരും ടയേർഡ് ആയിപ്പോയി. അപ്പം മാത്രല്ല പപ്പയ്ക്ക് ബുദ്ധിമുട്ട്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിനെ കൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. ബുദ്ധിമുട്ട് മീൻസ് അതിനെ നോക്കി പരിപാലിക്കാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പൊ നമ്മളതിന് കൊടുക്കണം. പക്ഷെ അതിനെ കൊടുക്കുകയാണെങ്കിൽ ആരെങ്കിലും സ്നേഹിച്ച് വളർത്തുന്നവർക്ക് കൊടുക്കണം എന്ന് നമ്മളും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലെ പശുവിനെ കൊണ്ടുവന്ന് സ്നേഹിച്ച് വളർത്തുന്നവര് ഈ ആ പശുവിനെ നോക്കുന്നത് കണ്ടിട്ട് അവര് സ്നേഹിച്ച് ഇവിടെ കൊടുത്താൽ ഇവിടെ സേഫ് ആണ്, നമുക്ക് നഷ്ടമൊന്നും നോക്കൂല ആ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളർത്തുന്ന ആടാണെങ്കിലും പശു ആണെങ്കിലും നഷ്ടമൊന്നും നോക്കൂല, നമ്മൾ വേഗം കൊണ്ടുവന്ന് കൊടുക്കൂട്ടോ. കാരണം നമുക്ക് വളർത്തുന്നവരാണെങ്കിൽ അവര് പൊന്നുപോലെ വളർത്തിക്കോളൂല്ലോ എന്ന് ഓർത്ത് നമ്മൾ കൊടുത്തു പോകും കേട്ടോ. അപ്പൊ അതൊക്കെ കണ്ടപ്പോ സന്തോഷം തോന്നി. അപ്പൊ ഓക്കെ, ബൈ. അതിനെ കുറിച്ച് പറയണം എന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടണില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാ. അപ്പൊ ബൈ.